എൻ്റെ വേറൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യത്തിനും ഒരു സംഭവങ്ങൾക്കും നമ്മൾ ഉത്തരവാദിയല്ല എന്നൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഇന്ന് നമുക്ക് TV തുറന്നാലോ അല്ലെങ്കിൽ പത്രം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പലരും ആത്മഹത്യ ചെയ്യും. വർദ്ധിച്ച ജീവിതഭാരങ്ങൾ അല്ലെങ്കിൽ വർദ്ധിച്ച പഠനഭാരം അല്ലെങ്കിൽ ജീവിതത്തിൽ കുറെ നഷ്ടങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ പല രോഗങ്ങൾ പറയട്ടെ, വർദ്ധിച്ച മാനസിക സംഘർഷം അല്ലെങ്കിൽ പ്രേമ പരാജയം, ദാമ്പത്യ പരാജയം എന്നെല്ലാം പറഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ആരൊക്കെ ഒന്ന് അവമാനിച്ചു കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. അല്ലെങ്കിൽ വർദ്ധിച്ച ജോലിഭാരം കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ അതേപോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരവാദിയല്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാവും, സ്വാഭാവികം. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ഇപ്പൊ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ റൂഫിൽ അടിയിൽ ഒരു പല്ലി വന്നിരുന്നിട്ട് ഞാനാണ് ഈ റൂഫ് താങ്ങുന്നതെന്ന് വിചാരിച്ചാൽ എന്താ അതിൽ അർത്ഥമുള്ളൂ? നാട്ടുപുറങ്ങളൊക്കെ ഒരു ചൊല്ലുണ്ട്, പല്ലി ഉത്തരം താങ്ങുന്ന പോലെയുണ്ട്. ഒരർത്ഥമില്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നു, ഈശ്വര സർവഭൂതാനാം ഹൃദയശാർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ 18-ാമത്തെ 61-ാമത്തെ ശ്ലോകം അർജുനടുത്ത് പറയുന്നത്. അല്ലേ അർജുന, യന്ത്രത്തിൽ ഏറ്റപ്പെട്ടവ എന്ന പോലെ എല്ലാ ജീവജാലങ്ങളെയും മായാശക്തിയാൽ ഭ്രമണം ചെയ്യിച്ചുകൊണ്ട് ഈശ്വരൻ സകല പ്രാണികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭ്രമണം ചെയ്യിക്കാതെ വട്ടം ചുറ്റിക്കുന്ന എല്ലാ ജീവികളെയും. നമ്മൾ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ ജയന്റ് വീല് കാണാം, അല്ലെ? യന്ത്ര ഊഞ്ഞാൽ. അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറങ്ങണം. ഇവിടെ ഈശ്വരനാണ് നമ്മളെ ഈ ജീവിതം എന്ന ഇതിൽ നമ്മൾ ജയന്റ് വീലിൽ കിടന്ന് ചുറ്റിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യത്തിനും നമ്മൾ ഉത്തരവാദിയില്ല. ഭഗവാന്റെ നിശ്ചയം അനുസരിച്ച് ഓരോ കാര്യങ്ങളും നടക്കുന്നു. ഇപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 30/9/1965 ആണെങ്കിൽ അതിനു മുന്നേ നമ്മൾ എവിടെയായിരുന്നു? ഓഗസ്റ്റ് 31 എവിടെയായിരുന്നു? 1960. ആർക്കും അറിയില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകുന്നു? ആർക്കും അറിയില്ല. അവ്യക്തത്തിൽ നിന്ന് വരുന്നു, അവ്യക്തത്തിലേക്ക് പോകുന്നു. നമുക്കൊരു കണ്ടുപിടിക്കില്ല. വിവാഹത്തിനാണെങ്കിലും 10-50 സ്ഥലത്ത് പോയിട്ട് ബജ്ജിയും പോട്ടയും മൈസൂർ പാവൊക്കെ കഴിച്ച് ഏതോ ഒന്നിന് സെലക്ട് ചെയ്യും. അതല്ല ഈശ്വര നിശ്ചയം അനുസരിച്ച്. കുറച്ച് കുട്ടികളുണ്ടാവും, പല കുട്ടികളും പഠിച്ച് നല്ല നിലയിലെത്തുന്നു, പല കുട്ടികളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നു. പലർക്കും നല്ല ജോലി കിട്ടുന്നു, പലരും വിദേശത്തേക്ക് വണ്ടി കയറുന്നു, ഇവിടെ ശരിയില്ല. അതിനിടയിൽ മരണങ്ങൾ നടക്കുന്നു, വാർദ്ധക്യം വരുന്നു, ജരാനര ബാധിച്ച്. അതിനിടയ്ക്ക് വിജയം കണ്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നു, പരാജയം കണ്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നു, ലാഭം കണ്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നു, നഷ്ടം, മാനം, അപമാനം. പലരും പുകഴ്ത്തുന്നു, പലരും നിന്ദിക്കുന്നു. എല്ലാം ഈശ്വര നിശ്ചയം അനുസരിച്ചാണ്. അതിനൊന്നും ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് വിജയം, പരാജയം, ലാഭം, നഷ്ടം, മാനം, അപമാനം. കാരണം
നമ്മളൊരു 25,550 ദിവസം മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ മരണത്തിന് ശേഷം ഈ ഭൂമി 25,550 കോടി 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 വർഷങ്ങളുണ്ടാവും. കുറച്ച് ദിവസം മാത്രമേ നമ്മളുള്ളൂ. അതിൽ അത്രയും കുറച്ച് ദിവസങ്ങളിൽ കണക്ക് പുസ്തകം വെച്ച് എൻ്റെ ജീവിതം വിജയമായി, എൻ്റെ ജീവിതം പരാജയമായി, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊന്നും കൊണ്ട് ബ്രേ കൊണ്ട് കരയേണ്ട ആവശ്യമില്ല. പല്ലിയല്ല ഉത്തരം താവുന്നത്, പല്ലിയല്ല ഈ റൂഫ് താങ്ങുന്നത്. നമുക്കൊരു ഉത്തരവാദിത്വമില്ല. ഭഗവാന്റെ നിശ്ചയമനുസരിച്ച് ഓരോ കാര്യങ്ങളും നടന്നു പോകും. ഒന്നിനോട് ഒന്ന് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭഗവാൻ സമ്പൂർണ്ണമായിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു കാര്യം ആലോചിക്കും, കള്ളന്മാരും കൊള്ളക്കാരും അഴിമതിക്കാരും കള്ളന്മാരും ഇല്ല വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വല്ല ആവശ്യമുണ്ട്? കോടിക്കണക്കിന് പേര് പോലീസുകാർ ജോലി വഹിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ട്? എല്ലാവരും നല്ലവരാണെങ്കിൽ, എല്ലാവരും സഹോദരന്മാരാണെങ്കിൽ ഈ ലോകത്ത് ഈ കോടിക്കണക്കിന് പട്ടാളക്കാർ ഈ അതിർത്തികളിലേക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്? കോടി കോടി ലക്ഷം കോടിയുടെ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പ്രത്യേക ഹൈഡ്രജൻ ബോംബ് ചൈന ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 2 സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. അതുപോലെ ഇൻ്റർനെറ്റൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ മെഷീനും കണ്ടുപിടിച്ച് എല്ലാം കാത്തിരിക്കുന്നുണ്ട്. ആറ്റം ബോംബുകൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എല്ലാവരും സഹോദരന്മാരെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രോഗികളിലെ ഡോക്ടർമാരുടെ ആവശ്യമുണ്ടോ? കമ്പൗണ്ടർമാരുടെ ആവശ്യമുണ്ടോ? മരുന്ന് കമ്പനികളുടെ ആവശ്യമുണ്ടോ? എൻ്റെ സ്ഥലത്ത് കാണിച്ച അടിച്ച് കൃഷി ചെയ്യുന്ന കർഷകരില്ലെങ്കിൽ ഇവിടെ ഈ ഓർഗാനിക് സ്റ്റോറുകൾ വല്ലതും ഉണ്ടാവുമോ? അതിൽ ഓങ്കോളജിസ്റ്റുകളുടെ വല്ല ആവശ്യമുണ്ട്? ക്യാൻസർ ഡോക്ടർമാരുടെ? എല്ലാം ഭഗവാന്റെ ഈ ഓരോന്നും ഭഗവാന്റെ നിശ്ചയമനുസരിച്ച് നടന്നു. നമ്മൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അതിൽ മുമ്പ് കഴിഞ്ഞാൽ MGR സിനിമ കാണാൻ പോകും. അതിൽ MN നമ്പ്യാർ പറഞ്ഞൊരു വില്ലൻ ഉണ്ടാകും. അയാളില്ല വിചാരിക്കും, എല്ലാവരും പായസവും കുടിച്ച് ഇഡ്ഡലി ദോശയും കഴിച്ച് മസാല ദോശയും കഴിച്ചിരിക്കുന്ന നല്ല ആൾക്കാരാണെങ്കിൽ ആ സിനിമ കാണാൻ ആരെങ്കിലും പോകുമോ? അതേപോലെ ഇവിടെ വലിയൊരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു ഭഗവാൻ. അതിൽ വില്ലന്മാരുണ്ടാവും, കള്ളന്മാരുണ്ടാവും, കൊള്ളക്കാരുണ്ടാവും, നല്ല ആൾക്കാരുണ്ടാവും. നല്ല ആൾക്കാരെന്ന് പറയുന്നവർ പലരുണ്ടാവും. എല്ലാം ഭഗവാന്റെ നിശ്ചയിച്ചു. നമ്മളൊരു കാര്യങ്ങൾ നടക്കും, നമ്മൾക്ക് അതിലൊന്നും ഒരു ഉത്തരവാദിത്തമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡേറ്റിൽ മരിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരു 10 ദിവസം എനിക്ക് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്, എൻ്റെ മക്കൾക്ക് ജോലി ഉണ്ടാക്കാനുണ്ട്, എനിക്ക് എൻ്റെ പെൺകുട്ടികൾക്ക് കുഞ്ഞിക്കാരി കണ്ടിട്ട് പോകുമ്പോൾ ഞാൻ നടക്കുമോ? ഒന്നിനും ഒരു കണ്ടറില്ല. തലയിൽ തേങ്ങ വീണിട്ട് മരിക്കാനോ പറഞ്ഞാൽ തേങ്ങ വീണ് മരിക്കും. അതിൻ്റെ ഇടയിൽ വല കൊണ്ട് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ വെള്ളപ്പാമ്പ് കടിച്ച് മരിക്കാനായിരിക്കുമോ? അതിന് തടയാൻ സാധിക്കില്ല. വെള്ളപ്പാമ്പ് കടിക്കും, നമ്മൾ മൂർഖമ്പാമ്പ് പേടിച്ചിട്ട് മരിച്ചു. അതുപോലെ ആൾക്കാർ കുഞ്ഞിക്കാല് വേണ്ടി പ്രാർത്ഥിക്കും. ജനിച്ചു കഴിയുമ്പോൾ കുട്ടിക്ക് ഒരൊറ്റ കുഞ്ഞിക്കാലി ഉണ്ടാവും. എല്ലാം ഭഗവാന്റെ നിശ്ചയം. ഈശ്വര സർവഭൂതാന ഹൃദയ ശാർജിന തിഷ്ഠതി ബ്രാഹ്മണൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ. യന്ത്രത്തിൽ ഏറ്റപ്പെട്ട എന്ന പോലെ എല്ലാ ജീവജാലങ്ങളെയും മായാശക്തിയാൽ ഭ്രമണം ജയിച്ചുകൊണ്ട് ഈശ്വരൻ സകല പ്രാണികളുടെ ഹൃദയത്തെ സ്ഥിതി ചെയ്യുന്നു. ഭഗവാനാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെല്ലാം. നിങ്ങൾ നല്ല ബുദ്ധിമാനാണെങ്കിലും ഭഗവാൻ നിങ്ങളെ കൊണ്ട് പൊട്ടത്തരം ചെയ്യിക്കണം വിചാരിച്ച് പൊട്ടത്തരം ചെയ്യിക്കും. നിങ്ങൾ പേപ്പറൊക്കെ തുറന്ന് കണ്ടിട്ടില്ലേ ആൾക്കാർ? വലിയ വലിയ ആൾക്കാർ വലിയ ജോലിയും ഇതൊക്കെ പതിവൊക്കെ വഹിക്കുന്നവർ പൊട്ടത്തരം ചെയ്ത് ജയിലിൽ പോയി കിടക്കും. അപ്പോൾ ഭഗവാന്റെ നിശ്ചയമാണ്.
അതിനൊന്നും നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ട്രെയിനിൽ മുന്നിൽ ചാടാനും വിഷമം കുടിക്കാനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, സന്തോഷത്തോടെ ജീവിക്കുക. ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. ആ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യുക. ഒന്നിൻ്റെ ഈ ഉത്തരവാദിത്തം തലയിൽ ഏറ്റി വെച്ച് വലിയ ഉത്തരം താങ്ങുന്ന പോലെ താങ്ങിക്കൊണ്ട് ഭയന്ന് കൊണ്ട് കഴുത കരയും പോലെ കരയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നിനും ഉത്തരവാദിയല്ല. ഭഗവാൻ നിശ്ചയിക്കണം, ഭഗവാൻ ചെയ്തു, പിന്നെ നമ്മൾ അതിനനുസരിച്ച് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു തെറ്റും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല, നമുക്ക് ഒരു പരാജയം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. And thank you very much for watching this video. Thanks a lot.